ഓപ്പൺ ഫോറം. തുറസിന്റെ തുറമുഖങ്ങൾ. ആദ്യമായി ആദ്യമായി എന്ന ഈ പരമ്പരയിൽ ഇന്ന് തന്റെ ആദ്യ ഗാനത്തെക്കുറിച്ച് സംസാരിക്കുന്നു ഗായകനായ വി.ടി. മുരളി. തേൻതുള്ളി എന്നൊരു സിനിമയിലാണ് ഞാൻ ആദ്യമായിട്ട് പാടുന്നത്, ഒരു സിനിമാ പാട്ട് എന്നുള്ള രീതിയിൽ പാടുന്നത്. അതിനു മുമ്പ് എനിക്ക് റെക്കോർഡിംഗ് അനുഭവം എന്ന് പറയുന്നത് ആകാശവാണിയിലെ മൈക്കിൻ്റെ മുമ്പിൽ അനുഭവം മാത്രമേ ഉള്ളൂ. മറ്റ് തരത്തിൽ എന്തെങ്കിലും തരത്തിൽ കോറസുകളോ അതിൽ പങ്കെടുക്കുകയോ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. ആകാശവാണിയിലെ പല രീതിയിൽ പങ്കെടുത്തിട്ടുണ്ട്. മാത്രമല്ല, അന്ന് കേരളത്തിൽ റെക്കോർഡിംഗ് സ്റ്റുഡിയോയും ഇല്ല. ഇന്നിപ്പോൾ മുക്കിന് സ്റ്റുഡിയോകളുണ്ട്, ഓരോ വീട്ടിൻ്റെ മുകളിൽ സ്റ്റുഡിയോകളുണ്ട്. ആ രീതിയിലൊന്നും അന്ന് സ്റ്റുഡിയോകളും ഇല്ല. മദ്രാസാണ് ഇതിൻ്റെ സെൻറ്റർ, മലയാള സിനിമയുടെ സെൻറ്റർ തന്നെ മദ്രാസാണ്. എൻ്റെ അച്ഛൻ വി.ടി. കുമാരൻ മാഷ് എന്ന് പറയും. വടക്കേ മലബാറിലെ ആളുകളൊക്കെ അറിയുന്ന, പഴയകാലത്തെ ആളുകളൊക്കെ അറിയുന്ന ഒരാളാണ്, കവിയായിരുന്നു. അദ്ദേഹത്തിന് പക്ഷാഘാതം പിടിപെട്ട് വലത് സൈഡ് മുഴുവൻ തളർന്നു പോയിട്ട് മെഡിക്കൽ കോളേജിൽ 2-3 മാസമായി കിടക്കുകയാണ്. ആ സമയത്താണ് എനിക്ക് ഈ അവസരം വരുന്നത്. കാരണം അച്ഛൻ ഇനി തിരിച്ചു വരില്ല എന്ന അവസ്ഥയായിരുന്നു അക്കാലത്ത്. അതിന് മെഡിക്കൽ സയൻസ് ഇന്നത്തെ പോലെ ഡെവലപ്പ് ചെയ്തിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിൽ അച്ഛൻ്റെ വളരെ അടുപ്പമുള്ള ആളുകൾ, വളരെ സുഹൃത്തുക്കളെന്നോ ശിഷ്യന്മാരെന്നോ എന്നൊക്കെ പറയാവുന്ന രീതിയിലുള്ള ആളുകളായിരുന്നു പള്ളിക്കര വി.പി. മുഹമ്മദും പി.ടി. അബ്ദുറഹിമാനും എസ്.വി. അബ്ദുള്ളയും ഒക്കെ. മാഹിക്കാരനായ ഒരു പ്രൊഡ്യൂസർ പി.വി. ഷാജഹാൻ എന്ന് പറഞ്ഞ ഒരാളാണ് തേൻതുള്ളി പ്രൊഡ്യൂസ് ചെയ്തത്. തേൻതുള്ളി സംവിധാനം ചെയ്തത് കെ.പി. കുമാരനാണ്, വലിയ പ്രഗത്ഭനായ സംവിധായകനാണ്. അവരെല്ലാം അച്ഛനെ വീണ അവസ്ഥയിൽ നിന്ന് കണ്ടിട്ടാണ് മദ്രാസിലേക്ക് പോകുന്നത്. അപ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ചൊരു തീരുമാനമെടുത്തു, മാഷോടൊരു കടപ്പാട് എന്നുള്ള രീതിയിൽ മുരളിക്ക് ഒരു ചാൻസ് കൊടുക്കാം എന്നുള്ളതാണ് അവർ ആലോചിച്ചത്. ആദ്യം അവരുടെ മുമ്പിൽ ഞാൻ ഉണ്ടായിരുന്നില്ല. അങ്ങനെ മദ്രാസിലെത്തിയിട്ട് അവർ വിളിക്കുന്നു. മെഡിക്കൽ കോളേജിലേക്ക് ട്രങ്ക് കോൾ ബുക്ക് ചെയ്തിട്ടാണ്. അന്ന് ഈ മൊബൈൽ ഫോണോ അല്ലെങ്കിൽ മറ്റ് STD കോളുകളോ ഒന്നുമില്ല. മെഡിക്കൽ കോളേജിലേക്ക് വിളിക്കുന്നു. അവിടുന്ന് ഒരാൾ വന്നിട്ട് ഞങ്ങളുടെ അച്ഛൻ കിടക്കുന്ന മുറിയിൽ പറയുന്നു. എന്താ പറയുന്നത്, നാളെ രാവിലെ, അതായത് അന്ന് വിളിച്ച അന്ന് വൈകുന്നേരത്തെ മെയിലിന് ഞാൻ പുറപ്പെട്ട് പിറ്റേ ദിവസം രാവിലെ അവിടെ എത്തണം. ഞാൻ അച്ഛൻ്റെ അടുത്ത് വിട്ടു നിൽക്കാൻ പറ്റുന്ന ഒരു സമയമാണോ എന്നുള്ളത് ഡോക്ടറോട് കൂടി ചോദിച്ചുകൊണ്ടാണ്, ഡോക്ടർ ധൈര്യമായിട്ട് പൊയ്ക്കൊള്ളാൻ പറഞ്ഞതുകൊണ്ടാണ് പോകുന്നത്. ഞാൻ മദ്രാസും ആദ്യമായിട്ട് കാണുകയാണ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ രാഘവ മാഷാണ് സംഗീത സംവിധായകൻ എന്ന് നേരത്തെ അറിയാം എനിക്ക്. കാരണം അദ്ദേഹം ഇവിടെ ഈ പടവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വടകര വന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ അച്ഛനും അതിൽ ആ സമയത്തൊക്കെ അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടായിരുന്നു. രാഘവ മാഷ് എന്ത് പറയും എന്നുള്ളതാണ് എനിക്ക് വലിയ പ്രശ്നമായിരുന്നു. രാഘവ മാഷ്ക്ക് എന്നെ നേരത്തെ അറിയാം. കോഴിക്കോട് ആകാശവാണിയിലെ അദ്ദേഹത്തിൻ്റെ പാട്ടുകളൊക്കെ ഞാൻ പാടിയിട്ടുണ്ട്, ഒക്കെ അറിയാം. അങ്ങനെ നേരെ രാഘവ മാഷിന്റെ വീട്ടിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. അദ്ദേഹം അവിടെ ഒരു വീടിന്റെ മുകളിൽ വാടകയ്ക്ക് താമസിക്കുന്നുണ്ടായിരുന്നു. അന്ന് തന്നെ എന്നെ പാട്ടുകളൊക്കെ പഠിപ്പിച്ചു. പിറ്റേ ദിവസം റെക്കോർഡിംഗ് എന്ന് പറഞ്ഞു. 1978 ഇത്ര വലിയ പ്രായമൊന്നുമില്ല, വേറെ അനുഭവങ്ങളില്ല. അങ്ങനെ ഒരു അവസ്ഥയിൽ എൻ്റെ പരിഭ്രമം എന്നെ കേട്ടു നിൽക്കുന്ന ആളുകൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. കാരണം ഇപ്പോൾ പോലും നമുക്കൊരു സിനിമയിലേക്ക് പാടണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര പരിഭ്രമമായി. ഈ പ്രായത്തിൽ പോലും പരിഭ്രമമുണ്ട്. ഒരു വേദിയിൽ പാടുന്ന പോലെയല്ല ഒരു റെക്കോർഡിംഗ് പാടുക എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് പ്രഗത്ഭനായിട്ടുള്ള രാഘവ മാഷ് എന്ന് പറഞ്ഞാൽ ആ മേഖലയിൽ വലിയൊരാളല്ലേ, വലിയ ഗുരുവായിട്ടുള്ള ആളല്ലേ. അദ്ദേഹത്തിൻ്റെ അടുത്ത് ഒരു പാട്ട് പഠിച്ച് പാടുക എന്ന് പറയുന്നത് ചില സമയത്ത് എനിക്ക് തോന്നും വേണ്ടിയിരുന്നില്ല, അതിന് വരേണ്ടിയിരുന്നില്ല എന്ന് തോന്നിപ്പോയിട്ടുണ്ട്. മാഷാണെങ്കിൽ ഭയങ്കര പെർഫെക്ഷൻ്റെ ആളുമാണ്. ഒരു ചെറിയ ഒരു കാര്യം പോലും വളരെ സമയമെടുത്ത് നമുക്ക് പറഞ്ഞു തരുന്ന ഒരു സ്വഭാവക്കാരനാണ് അദ്ദേഹം. ഞാൻ സ്റ്റുഡിയോയിൽ പോയി, അത് AVM RR തിയേറ്റർ എന്ന് പറഞ്ഞൊരു സ്റ്റുഡിയോ ആയിരുന്നു. അവിടെ ചെന്നപ്പോൾ ആദ്യത്തെ സോങ് P. സുശീലയുടെയാണ്, മോഹമിതളിട്ട പൂവ് എന്ന് പറഞ്ഞിട്ട് ഒരു പാട്ടുണ്ട്. അങ്ങനെ പോപ്പുലർ ആയിട്ടില്ലെങ്കിലും വളരെ പ്രഗത്ഭമായ രീതിയിൽ സംവിധാനം ചെയ്യപ്പെടുകയും പാടപ്പെടുകയും ചെയ്തിട്ടുള്ള ഒരു പാട്ടാണത്. P.T. അബ്ദുറഹിമാന്റെ രചനയും അത്യുഗ്രമാണ്. മോഹമിതളിട്ട പൂവ്, ദാഹാർത്തമാമൊരു നാവ്, പൂവിതളിൽ നിന്നിട്ട് നാവിലെലിയാനാഞ്ഞ തേൻതുള്ളി എന്നിൽ കിനാവ് എന്ന് പറഞ്ഞിട്ട്. മോഹമിതളിട്ട പൂവ്, ദാഹാർത്തമാമൊരു നാവ്, പൂവിതളിൽ നിന്നിട്ട് നാവിലലിയാനാഞ്ഞ തേൻ തുള്ളി എന്നിൽ കിനാവ്. ഇങ്ങനെയായിരുന്നു ആ പാട്ട്.
കഴിഞ്ഞിട്ടാണ് ഒത്തുപള്ളി എന്നുള്ള പാട്ട് എടുക്കുന്നത്. ഒത്തുപള്ളിയാണോ അല്ലെങ്കിൽ കാലത്ത് ജയിക്കുക എന്ന് പറഞ്ഞാൽ അതിനകത്ത് വേറൊരു പാട്ട്, ഒരു കവിത ഉണ്ട്. പി ടി അബ്രഹിമാനൻ എഴുതിയ ഒരു കവിതയുണ്ട്. ആ കവിതയാണോ ആദ്യം എടുത്തത് എനിക്ക് ഓർമ്മയില്ല. അതും ഒരു വേറെ രീതിയിൽ അനുഭവം. കാലത്ത് ജയിക്കുക എന്നുള്ളൊരു പാട്ട്, കാലത്തെ ജയിക്കുവാൻ കാളിയനു ഗ്രഹിക്കെ കാവ്യ സൗഭഗം പൂത്ത കാളിദാസൻ എന്നാണ് ആ പാട്ട്. ശാന്തി സന്ദർഭപൂത്ത കാനനം കണ്ണമുനി കണ്ണു നൽകി മഹാകവി കാളിദാസൻ മരവൂരി കച്ചയിൽ തിങ്ങും ശകുന്തളയാം യൗവന ഉളപ്പിൻ്റെ ലഹരിയെയും കാലത്തെ ജയിക്കുവാൻ കാളിയനുഗ്രഹിക്ക് കാവ്യ സൗഭഗം പൂത്ത ഈ സുശീലയൊക്കെ കാണുമ്പോൾ അതിനൊരു വലിയൊരു മഹാത്ഭുതമായിട്ടാണ് എനിക്കിതെല്ലാം സാധിച്ചല്ലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. കാരണം സുശീലയെ പോലെ സൗത്ത് ഇന്ത്യൻ ഫിലിം മ്യൂസിക്കിൽ കംപ്ലീറ്റ് നിറഞ്ഞു തന്ന അതിപ്രഗത്ഭരായ സംഗീത സംവിധായകരെ പാട്ടുകൾ മുഴുവൻ പാടിയിട്ടുള്ള ഒരാളെ ഞാൻ നേരിൽ കാണുകയാണ്. ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത്, അതായത് എൻ്റെ ബാല്യ കൗമാര ആ സമയത്തൊക്കെ നമുക്ക് ഒരു പെൺ ശബ്ദം ഉണ്ടാവുമല്ലോ പുരുഷന്മാർക്ക്, കുട്ടികളാകുമ്പോൾ സ്ത്രീ ശബ്ദമായിരിക്കും ഉണ്ടാകുക. ആ സമയത്ത് പാടിയിരുന്ന പാട്ടുകളെല്ലാം എസ് ജാനകിയുടെയും സുശീലയുടെയാണ്. അപ്പൊ അവരെ ഞാൻ നേരിട്ട് കാണുകയാണ്. ഞാനിങ്ങനെ കണ്ണെടുക്കാതെ അവരെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവരെ സുശീലാമ്മ സുശീലാമ്മ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ ബഹുമാനിക്കുന്നു, ആദരിക്കും. അവർ വരുമ്പോൾ എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുന്നു. അങ്ങനെയെല്ലാം കാണുമ്പോൾ എൻ്റെ ഉള്ളിൽ ഞാൻ ഇതുവരെ കേട്ടതിനെ ഞാൻ കാണുകയാണ് എന്നുള്ളൊരു തോന്നലാണ്. അവരുടെ പാട്ട് അതിലൂടെ മുഴങ്ങി കേട്ടപ്പോൾ, അവർ പാടുന്നത് കണ്ടപ്പോൾ ഒക്കെയുള്ള അനുഭവങ്ങൾ ഞാൻ ഒരിക്കലും മറക്കില്ല. അതെനിക്ക് പറയാനോ എഴുതാനോ ഒന്നും പറ്റില്ല. അത് അനുഭവിച്ച് തന്നെ അറിയേണ്ട കാര്യമാണ്. ഞാൻ എങ്ങനെ എഴുതും അതിനെക്കുറിച്ച്? ഞാൻ അന്ന് അനുഭവിച്ച വൈകാരികമായ ഒരു അവസ്ഥയെക്കുറിച്ച് എങ്ങനെ ഞാൻ എഴുതും എനിക്കറിയില്ല. പള്ളിയിലന്ന് നമ്മൾ പോയിരുന്ന കാലം ഓർത്ത് കണ്ണീർ വാർത്ത് നിൽക്കയാണ് നീലമേഘം. കോന്തലക്കൽ നീ എനിക്കായി കെട്ടിയ നെല്ലിക്ക കണ്ട് ചൂരൽ വീശിയില്ലേ നമ്മുടെ മുല്ലാക്ക. പിന്നെ ഈ പാട്ട് റെക്കോർഡ് ചെയ്ത് 2 പ്രാവശ്യമൊക്കെ എടുത്തു കാണാം. കാരണം ഒരുപാട് ടേക്കുകളിലൊന്നും പോയില്ല. മാസ്റ്റർ തലേദിവസം തന്നെ പാട്ട് പറഞ്ഞു തന്നിരുന്നതുകൊണ്ട് എൻ്റെ ഭാഗത്ത് തെറ്റുകൾ അധികം വന്നില്ല. പിന്നെ ഓർക്കസ്ട്രക്കാർ അന്നെല്ലാം ഒരുമിച്ചെടുക്കുന്ന രീതിയാണല്ലോ, ഇന്നത്തെ പോലെ ട്രാക്ക് ഏർപ്പാടുകളൊന്നും ഇല്ലല്ലോ. ഓർക്കസ്ട്രയിൽ എന്തെങ്കിലും ചെറിയ പിശക് പറ്റുമ്പോൾ രണ്ടാമത് പാടേണ്ടി വരും, എടുക്കേണ്ടി വരും. അങ്ങനെയല്ലാതെ എൻ്റെ ഭാഗത്ത് വലിയൊരു തെറ്റൊന്നും വന്നില്ല. പിന്നെ അവിടെ മൊത്തത്തിൽ നല്ല പാട്ട് എന്നുള്ളത് വരികയും ചെയ്തു. ഒട്ടുപള്ളി എന്നുള്ള പാട്ട് 2028 വന്നു കഴിഞ്ഞാൽ 50 വർഷമായി, അരനൂറ്റാണ്ടായി എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ശക്തി വർദ്ധിക്കുക. ഈ അരനൂറ്റാണ്ട് കാലം പല തലമുറകളിലൂടെയും ആ പാട്ട് കടന്നുപോയി. ഇന്ന് ഞാൻ സംസാരിക്കുന്ന ദിവസം പോലും ആ പാട്ടിനെ കുറിച്ച് ആളുകൾ എന്നോട് ചോദിച്ചിട്ടുണ്ട്. ചിലപ്പോൾ ഫോണിൽ കേൾപ്പിച്ചു തരും, ഫോണിൽ അവർ പാടുന്നത് കേൾപ്പിച്ചു തരും, അല്ലെങ്കിൽ ഫോണിൽ ഞാൻ അങ്ങോട്ട് പാടിക്കൊടുക്കേണ്ടി വരും. ഇങ്ങനെയൊക്കെ എല്ലാ ദിവസവും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ആ പാട്ടിൻ്റെ ഒരു ജാതകം അങ്ങനെയായത് അത് ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്. അങ്ങനെയൊക്കെ പാട്ട് അങ്ങനെ നിലനിന്നിട്ട് പോലും എരിഞ്ഞനാടക എന്ന സിനിമയിലെ മാതളത്തേന്ന എന്ന പാട്ടും നിലനിന്നു, പൊന്നരളിപ്പൂ എന്ന കത്തിയിലെ പാട്ടും നിലനിന്നു. പക്ഷെ ഞാൻ മദ്രാസിൽ സ്ഥിരമായി നിൽക്കുകയോ ഒന്നും ഉണ്ടായില്ല. ഞാൻ തിരിച്ചിങ്ങോട്ട് എൻ്റെ നാട്ടിലേക്ക് തന്നെ പോയിരുന്നു. പിന്നെ പക്ഷെ ഞാൻ പഠിക്കാനായി പോയി.
മദ്രാസിലെ ഗവൺമെന്റ് മ്യൂസിക് കോളേജിലെ വിദ്വാൻ എന്ന് പറഞ്ഞൊരു കോഴ്സിന് ഞാൻ ചേർന്നു. സിനിമാ സംഗീത മോഹവുമായിട്ടാണ് അങ്ങനെ ഒരു തീരുമാനം എടുത്തത്. പക്ഷെ അതും എനിക്ക് സക്സസ് ആയില്ല. കാരണം എല്ലാ ദിവസവും ഓരോരോ സംഗീത സംവിധായകന്മാരെ കാണലും അവരുടെ പിന്നാലെ പോലും അവർക്ക് പാട്ടുപാടി കേൾപ്പിക്കലും അതൊന്നും സാധിച്ചില്ല. അതെന്റെ ഒരു ദോഷമായിരിക്കാം, ഗുണമായിരിക്കാം, അതറിയില്ല. എനിക്ക് അങ്ങനെ കഴിയുമായിരുന്നുള്ളൂ. എൻ്റെ സിനിമ പാട്ട് ബന്ധങ്ങൾ എന്ന് പറയുന്നത് ഇത്രയൊക്കെ തന്നെയുള്ളൂ. അതെൻ്റെ ജീവിതവുമായി, എൻ്റെ അച്ഛൻ്റെ ജീവിതവുമായി ഒക്കെ ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഇന്നും ആ ഓട്ടുപള്ളി എന്നുള്ളൊരു പാട്ടാണ് എൻ്റെ ആളുകൾ തിരിച്ചറിയുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം. വിഷ്വൽ മീഡിയകൾ ഉണ്ടായിരുന്ന കാലത്തല്ലാത്തതുകൊണ്ട് ആ ഓഡിയോയിൽ കൂടി തന്നെ ആളുകൾ ഓർമ്മിച്ച് വരണ്ടേ. ആ സിനിമയുടെ ഒരു ക്ലിപ്പിംഗ്, എന്തെങ്കിലും വീഡിയോ ക്ലിപ്പിംഗ് അങ്ങനെ ഒന്നും അവശേഷിക്കുന്നില്ല. ആ ഫിലിമിൽ തന്നെ അതിന് നെഗറ്റീവ് പോലും പോയിരിക്കുന്നു. അപ്പോൾ എന്നെ ഓർമ്മിക്കാൻ ഈ കേൾവിയിലൂടെ മാത്രമേ ഓർമ്മിക്കാൻ കഴിയുന്നുള്ളൂ എന്നൊരവസ്ഥ ഇപ്പോഴുണ്ട്. കേൾവി കൊണ്ട് തന്നെ അത് ഒരു കാലത്തെ അതിജീവിച്ചു എന്ന് പറയുന്നതും ഒരു സത്യം തന്നെയാണ്. ഒരു തുണ്ട് ഫിലിം പോലും കാണിച്ചു കൊടുക്കാനില്ലാതെ അത് ഒരു പരിധിയിരുന്നു. കാരണം ഈ പാട്ടിന്റെ 25ാം വർഷം തൊട്ടൊരു പരിപാടി വടകരയിൽ വലിയ ഗംഭീരമായി നടത്തിയപ്പോൾ ഏഷ്യാനെറ്റിൽ നിന്ന് അവിടെ നിന്നൊക്കെ വിളിച്ചിട്ട് എന്തെങ്കിലും ഒരു പാട്ടിൻ്റെതോ അല്ലെങ്കിൽ ആ സിനിമയുടെയെങ്കിലും ഒരു ക്ലിപ്പ് കിട്ടുമെന്ന് ചോദിച്ചപ്പോൾ അന്വേഷിച്ച് നോക്കുമ്പോൾ അതിന്റെ നെഗറ്റീവ് പോലും നഷ്ടപ്പെട്ടു വെച്ചാൽ ഒടിഞ്ഞു പോയിരുന്നത്. എന്നിട്ടും ഒരു പാട്ടിലൂടെ എനിക്ക് നിൽക്കാൻ പറ്റുന്നു എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത്. 78 അച്ഛൻ വീഴുന്നത്. 78 തന്നെയാണ് ഞാൻ ഈ പാട്ട് റെക്കോർഡ് ചെയ്യുന്നത്. മാസങ്ങളൊന്നും കൃത്യമായിട്ട് എനിക്ക് ഓർമ്മയില്ല. പിന്നെ 86 ഞാൻ ഈ കുറെ സിനിമകളിലൊക്കെ പാടിയിട്ടുണ്ട്. ചിലതെല്ലാം പുറത്ത് വരാതെ ആയിപ്പോയിട്ടുണ്ട്. രാഘവ മാഷന്റെ ഒരു പാട്ട് ഞാൻ ഓർക്കുന്നുണ്ട്. അതൊന്നും പുറത്ത് വന്നില്ല. 2 ഫിലിം പാടിയിട്ടുണ്ടായിരുന്നു രാഘവ മാഷ. അതൊന്നും പുറത്ത് വന്നില്ല. ഒന്നൊരു കൈതപ്രന്താമ്പന്തം വീരിന്റെ ഒരു തോറ്റം പാട്ട് പോലുള്ള ഒരു പാട്ട്, കിഴക്കിഴക്ക് എന്നിട്ടൊരു പാട്ടുണ്ടായിരുന്നു. കാരണം അതൊക്കെ വളരെ വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങളായിരുന്നു. ഏതായാലും എൻ്റെ എല്ലാ പുരോഗതിയും എൻ്റെ സംഗീത ജീവിതവും ഒക്കെ അച്ഛനുമായും രാഘവ മാഷുമായിട്ട് ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. കാട്ടിലെ കോളാമ്പിപ്പൂക്കൾ നമ്മളെ വീളിച്ചു. കാറ്റുകേറും കാട്ടിലെല്ലാം നമ്മളും കുതിച്ചു. കാലമാമീലഞ്ഞിയത്ര പൂക്കളെ പൊഴിച്ചു. കാത്തിരിപ്പും മോഹവും ഇന്നെങ്ങിനെ പിഴച്ചു. ആദ്യമായി എന്ന ഈ പരമ്പരയിൽ തന്റെ ആദ്യ ഗാനത്തെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഗായകനായ വി.ടി. മുരളി. ഓപ്പൺ ഫോറം. തുറസിന്റെ തുറമുഖങ്ങൾ.